ഇന്ന് 31 ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോയും കാണലൊക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എനിക്ക് പണ്ട് തൊട്ടേ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വീഡിയോയും കാണലൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇച്ചിരി ട്രെൻഡ് ഔട്ടായി പോയ സാധനമാണ്. എങ്കിലും നമ്മൾ അത് തന്നെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് റെഡ് കളർ ഈറ്റിംഗ് ചലഞ്ച് ആണ്. അപ്പോൾ ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. നാളെ വൈകിട്ട് 6 മണി വരെ നമ്മൾ ഈ ഒരു ചലഞ്ചും കാണലൊക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നാളെ വൈകിട്ട് 6 മണി വരെ നമ്മൾ റെഡ് കളറിലുള്ള ഫുഡും കാണലൊക്കെ മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു ചലഞ്ച് ചെയ്യുമ്പോൾ ചെയ്യുന്നത് വെള്ളം കുടിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ വെള്ളവും കുടിക്കുന്നില്ല. വെള്ളവും ഞാൻ റെഡ് കളറിലെ വെള്ളങ്ങൾ മാത്രമേ കുടിക്കാറുള്ളൂ. പകരം ഞാൻ ചായ കുടിക്കുന്നുണ്ട്. എനിക്ക് ചായ ഇല്ല പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചായ മാത്രം കുടിക്കുക. മഴ, ചായ, ജോൺസൺ മാഷ്, അല്ലാതെ ബാക്കിയെല്ലാം റെഡ് കളറിൽ തന്നെയാണ് കഴിക്കുന്നതും കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് കുടിക്കുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് മാക്സിമം സപ്പോർട്ടും കാണലൊക്കെ ചെയ്യുക. എനിക്ക് ഒരാഴ്ച വീട്ടിൽ നിന്ന് ചിലവിന് തരുന്ന പൈസയ്ക്കാണ് ഞാൻ ഈ വീഡിയോയും കാണലൊക്കെ ചെയ്യുന്നത്. 3 വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. ഈ 3 വീഡിയോ ഈ ഒറ്റ ദിവസമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ ഒരാഴ്ചത്തെ പൈസയാണ് ഞാൻ തീർക്കുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ടും കാണലൊക്കെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ചലഞ്ചിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ചായക്കട അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായക്കടയിൽ ചുമല കളറിൽ എന്താണ് ചായ ഇവിടെ കഴിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ ആ ചുമല കളറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കില്ല, ചായ മാത്രം കുടിക്കുക. പരിപ്പുവട മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പരിപ്പുവടയും ചായയും കഴിക്കാം. ചായയും കാണലൊക്കെ കുടിച്ചു. ചായയോടെ നമ്മൾ പരിപ്പുവടയും കാണലൊക്കെയാണ് കഴിച്ചത്. വേറെ ഒന്നും കഴിച്ചില്ല, കാരണം അവിടെ വേറെ ഒന്നും ഇല്ലായിരുന്നു റെഡ് കളറിൽ. അതുകൊണ്ട് നമ്മൾ പരിപ്പുവടയിൽ ഒതുക്കി. പക്ഷേ ഇപ്പോഴും നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ പരിപ്പുവട മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇനി പുറത്തോട്ടൊന്നും പോകാൻ വേണ്ടിയിട്ട് വയ്യ, കാരണം നമ്മൾ വർക്ക് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രിയിലേക്ക് നമ്മൾ നൂഡിൽസ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പിയല്ല, മാഗിയല്ല, ഇപ്പിയാണ് കഴിക്കുന്നത്. ഇപ്പി റെഡ് കളറാണ്. അപ്പോൾ രാത്രി ഇപ്പി കഴിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോഴും എനിക്ക് പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ ചെറിയ നാണവും കാണലൊക്കെ ഉണ്ട്. അപ്പുറത്തുനിന്ന് ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെറിയ നാണവും കാണലൊക്കെ ഉണ്ട്. ഇപ്പോഴും ഞാൻ നാണവും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ആദ്യമല്ല ഞാൻ പുറത്തൊക്കെ ഇങ്ങനെ ഇത്ര നേരം ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അപ്പുറത്തെ കടയിൽ ഇപ്പം ഉണ്ടോ എന്ന് നോക്കാം. നൂഡിൽസും കാണലൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് ആ ചേച്ചിയോട് വീഡിയോ എടുത്തോട്ടെന്ന് ചോദിക്കണം. ചേച്ചി, ഒരു നൂഡിൽസ് വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല. വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല. എടുക്കാം. ചുമലക്കളർ 15 രൂപ. രണ്ടെണ്ണം എടുത്തേക്കാം. ചേച്ചി 2 ഇപ്പി. രണ്ട് റെഡ് ലേസ് കൊടുക്കാം. റെഡ് 5 എത്രേ? അപ്പൊ കടയുടെ ഫ്രണ്ടിൽ നിറച്ച ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീഡിയോ എടുത്തത് ഞാൻ ശരിക്കും പേടിച്ചായിരുന്നു. എനിക്ക് നല്ല പേടിയും കാണലൊക്കെ ഉണ്ടായിരുന്നു. അവർ വല്ലതും പറയുന്നത്. എനിക്കിപ്പോഴും ആ പേടിയും കാണലൊന്നും മാറിയിട്ടില്ല. നമ്മൾ റൂമിൽ വന്ന് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കുന്ന ഒരു എക്യുപ്മെന്റ് ഉണ്ടായിരുന്നു. ആ ഒരു എക്യുപ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ എക്യുപ്മെന്റ് ഇപ്പൊ കാണുന്നില്ല, എവിടെ പോയെന്ന് അറിയത്തില്ല. അത് തപ്പിയെടുക്കണം. ആ ഒരു എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ആ ഒരു എക്യുപ്മെന്റിന്റെ സഹായത്തോടെയാണ് നമ്മൾ നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിപ്പോ കാണുന്നില്ല. അത് കിട്ടിയാലേ നൂഡിൽസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നമ്മള് റെഡ് കളർ ലേസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ നീ ഒരു 5 രൂപ 2 റെഡ് കളർ ലേസ് കഴിച്ച് വയറ് നിറയ്ക്കണം. ഞാൻ നൂഡിൽസ് ഉള്ളതുകൊണ്ട് 5ന്റെ വാങ്ങിച്ചില്ല. അത് 30 രൂപ വാങ്ങിച്ചാൽ മതിയായിരുന്നു. അത് ഒരു വെള്ളവും കുടിക്കുവാണെങ്കിൽ വയറ് നിറഞ്ഞേനെ. പക്ഷെ വെള്ളവും വാങ്ങിച്ചില്ല, ലേസും 5ന്റെ വാങ്ങിച്ചത്. അപ്പൊ അവർ എക്യുപ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ഇന്ന് ത്രീജും. അപ്പൊ എന്തോ ഒരു എക്യുപ്മെന്റ് കിട്ടുവാണെങ്കിൽ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുന്ന വീഡിയോ ഇന്ന് ചെയ്യാം. ഇല്ലെങ്കിൽ നാളെ രാവിലെയോ അല്ലെ നാളെ രാത്രിയിലേക്ക് നമുക്ക് ആ നൂഡിൽസ് എടുക്കാം. ഇന്നെന്തായാലും ആ ഒരു എക്യുപ്മെന്റ് കിട്ടുവാണെങ്കിൽ ഇന്ന് ബാക്കി വീഡിയോ ആണില്ല, നാളെ രാവിലെ വീഡിയോ കാണത്തുള്ളൂ. അപ്പൊ എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യും. നമുക്ക് ആ ഒരു എക്യുപ്മെന്റും കാണാനൊന്നും കിട്ടിയില്ല. ആ ഒരു എക്യുപ്മെന്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആ എക്യുപ്മെന്റും കാണിക്കാറ്. നമ്മളിവിടെ അത് വെച്ചാണ്, അത് കിട്ടിയതിന് ശേഷമാണ് നമ്മളിവിടെ മര്യാദയ്ക്ക് കുറച്ച് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ചിക്കനും ബീഫും ഒക്കെയാ. പക്ഷെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും അല്ലാതെ കഴിക്കാൻ തോന്നണമെങ്കിൽ നമ്മൾ ആ ഒരു എക്യുപ്മെന്റ് സഹായത്തോടായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആ ഒരു എക്യുപ്മെന്റ് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങളൊന്നും അല്ല, ഒരു വ്യത്യസ്തമാർന്ന എക്യുപ്മെന്റ് ആയിരുന്നു. പക്ഷെ അത് കാണുന്നില്ല. വേറെ റൂമിൽ ആരെങ്കിലും എടുത്തോണ്ട് പോകാൻ അറിയത്തില്ല. അപ്പൊ ഇന്ന് രാത്രി ഒരു ലേസേ ഉള്ളൂ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മള് ലേസ് കഴിച്ച് വയറ് നിറയ്ക്കാന്ന് വിചാരിച്ചു. വേറൊരു ലേസ് കൊണ്ടുവരുന്നു. എന്റെ കൂടുതൽ തെണ്ടി എടുത്തോണ്ട് പോയി. അപ്പൊ ഈ ഒരു 5 രൂപയുടെ ലേസ് മാത്രമേ നമുക്ക് രാത്രി കഴിക്കാവുള്ളൂ. നല്ല റെഡ് കളർ ലേസ്. അപ്പൊ ഇത് കഴിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വയറ് നിറയ്ക്കേണ്ടത്. അപ്പൊ നാളെ രാവിലെ തൊട്ട് വൈകിട്ട് 6 മണി വരെ. നാളെ വൈകിട്ട് 6 മണിയാകുമ്പോഴേ 24 മണിക്കൂർ ആകത്തുള്ളൂ. നാളെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. മഴയും കാണൊന്നും ഇല്ലെങ്കിൽ സെറ്റ് ആയിരുന്നു. ഇന്ന് വൈകിട്ട് നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. അതുപോലെ ആണെങ്കിൽ സെറ്റാ. അപ്പോൾ എന്തായാലും ലേസ് കഴിക്കാൻ എക്യുപ്മെന്റ് കിട്ടിയില്ല.
രാത്രി ആയപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ വേറെ കഴിക്കാനും കാര്യങ്ങളും ഒന്നുമില്ല. ഓരോരുത്തരുടെ ബീഫൊക്കെ കഴിച്ചിട്ടിരിക്കുക. ബീഫ് കറി ഞാൻ ചെന്ന് നോക്കി, അതിനൊരു റെഡ് കളറല്ല, ഒരു ബ്രൗൺ കളർ അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പോൾ നമ്മൾ രാത്രിയിൽ ഇപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ ആ ഒരു എക്യുപ്മെൻറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം പച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ പണ്ടേ പച്ചക്ക് കഴിക്കുന്നതാണ്. ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പി എന്ന് പറയുന്ന സാധനം സംഭവം ഞാനിപ്പോൾ കുറച്ചെടുത്ത് കാണിക്കാം. പിന്നെ ഇവിടെ ആവും ഇതിൻ്റെ അകത്ത് വെച്ച് പൊടിച്ചെടുക്കണ്ടായിരുന്നു. ഞാൻ പണ്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ ഞാൻ പച്ചക്ക് കഴിച്ചോണ്ട് ഇത് വൈറ്റ് കളറാണ്. അതായത് നമുക്ക് റെഡ് കളറാക്കണം. നമുക്ക് ഇപ്പം ഞാൻ പൊടിക്കാതായിരുന്നു. ഇതിൻ്റെ ഇവിടെ എല്ലാം ആവും. നമ്മൾ ഈ മസാല പൊട്ടിക്കണം. ഇതിനകത്ത് റെഡ് കളർ മസാല പൊട്ടിച്ചിട്ട് ആ മസാല നമ്മൾ ഇതിലോട്ട് ഇടണം. നമ്മൾ ഈ ഡപ്പ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഫുള്ളായിട്ട് റെഡ് കളർ ആയില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഒരു റെഡ് കളർ ഉണ്ട്. നല്ല രീതിയിൽ വിശക്കുന്നുമുണ്ട്. നമ്മളിപ്പോൾ ഇത് കഴിക്കുക. നല്ല വരവ്, നല്ല സൂപ്പർ ബീഫ് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഞാൻ കഴിച്ചില്ല. ചായഞ്ചിൻ്റെ ഇതുള്ളതുകൊണ്ട് കുറച്ച് എണ്ണയും എന്തെങ്കിലും വെച്ചാൽ നല്ല രീതിയിൽ റെഡ് കളർ പിടിച്ചേനെ. അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ റെഡ് കളർ ഉണ്ട്. ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിത് വാങ്ങി കൂടെ കഴിക്കട്ടെ. നാളെ എന്തായാലും നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇന്ന് ജൂൺ 1 രാവിലെ 7 മണിയായി. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നലെ വൈകിട്ട് തൊട്ട് എന്താ പറയുക, ഇവിടെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ഇരുട്ടുമൂടി കിടപ്പുണ്ട്, എന്നാലും മഴയില്ല ഇന്നലെ വൈകിട്ട് തൊട്ട്. എല്ലാം ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഐശ്വര്യമാണ്. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഇതുവരെ മഴ പെയ്തിട്ടില്ല. അതിന് മുന്നേ വരെ മഴ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആഞ്ജനേയ സ്വാമി. നമ്മൾ റെഡ് കളർ ഈറ്റിംഗ് ചലഞ്ച് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് രാവിലെ എന്തോ കഴിക്കാൻ പറ്റും നോക്കാം. ഈ രാവിലെ കഴിക്കുന്നതാണ് ടാസ്ക്. ആദ്യം നമുക്ക് ചായ കുടിക്കാം. ചായയുടെ രാവിലെ റെഡ് കളറിൽ പരിപ്പൂടെയോ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അങ്ങനെ അത് കഴിക്കാം. പിന്നെ ഉച്ചക്കലത്തെയും വൈകിട്ടത്തെയും ഫുഡ് കൂടെ സെറ്റ് ആക്കിയാൽ മതി. വൈകിട്ട് 6 മണി വരെയാണ് നമ്മുടെ ഈ ഒരു ചലഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ ചായക്കടയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ നമ്മൾ ചായ മാത്രമേ കുടിച്ചുള്ളൂ. അവിടെ റെഡ് കളറിൽ വേറെ ഒന്നും ഇല്ലായിരുന്നു. ദോശയും പൊറോട്ടയൊക്കെ ആയിരുന്നു ഇരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ കഴിച്ചില്ല. പിന്നെ അപ്പുറത്തെ കടയിൽ നിന്ന് മിച്ചറോ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ഇന്നലെ മാഗി വാങ്ങിച്ച കടയായിരുന്നു. പക്ഷേ ആ കട തുറന്നിട്ടില്ലായിരുന്നു. ഇനി വേറെ ഏതെങ്കിലും കടയിലോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് 300 മീറ്റർ ദൂരമുണ്ട്. അത്യാവശ്യം നടക്കാറുണ്ട്. ഞാൻ അങ്ങോട്ട് ഇതും പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല. ഇത് ആകാശിന് ദോശ വാങ്ങിച്ചാൽ എനിക്കുമ്പോൾ ഒരു 11 മണി 11:30 ആവും. ഞാനും ആ ഒരു ടൈമിലായിരുന്നു എണ്ണിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഇന്ന് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് നേരത്തെ എണ്ണിറ്റിയ. അപ്പോൾ നമുക്കിത് റൂമിൽ കൊണ്ട് അവന് കൊടുത്തിട്ട് നമുക്ക് അവിടെ പോയി എന്തെങ്കിലും ഉണ്ടോ നോക്കാം. രാവിലെ അകത്തോട്ട് വന്നപ്പോൾ പത്രം വന്നിട്ടുണ്ട്. പിന്നെ എനിക്കിത് വായിക്കാൻ ശരിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അകത്തോട്ട് ഇട്ടേക്കാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അതിനൊരു ചെറിയ കട വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കടയിൽ ഞാൻ പക്കാവട വാങ്ങിച്ച് ചുമല കളർ. അപ്പോൾ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മളൊരു പേസ്റ്റും വാങ്ങിച്ചിട്ടുണ്ട് ക്ലോസപ്പിൻ്റെ, അതും ചുമല കളറാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു പക്കാവട വേണം രാവിലെ കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും കാണാനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ മുമ്പിട്ട വീഡിയോസും കാര്യങ്ങളൊന്നും കാണാൻ നിൽക്കേണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇനി തൊട്ട് നല്ല വീഡിയോസും കാണാനൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബാക്കി വീഡിയോസും കാണാനൊക്കെ കണ്ടു. അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ കൂടുതലും കൊള്ളാത്ത വീഡിയോസാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ രാവിലെ ഈ പക്കാവട കഴിക്കണം. പിന്നെ ഉച്ചയ്ക്ക് എന്തോ കഴിക്കുന്നൊരു ഐഡിയ ഇല്ല. രാത്രി നമ്മുടെ എക്യുപ്മെൻറ്റ് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ആകാശ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത റൂമിലുള്ളൊരു പയ്യൻ എടുത്തിയ അവൻ തിരിച്ച് റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ രാത്രി നൂഡിൽസ് ഉണ്ടാക്കുമായിരുന്നു ആ ഒരു എക്യുപ്മെൻറ്റ് സഹായത്തോടെ. കേട്ട് ഞാൻ മടുത്തു. ഉച്ചയ്ക്ക് എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല. രാവിലെ പക്കാവട. ഒരു എക്യുപ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആ എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ആ എക്യുപ്മെൻറ്റ് എന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായി കാണത്തില്ല. അപ്പോൾ ആ ഒരു എക്യുപ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈകിട്ട് ഉണ്ടാക്കി കഴിക്കാമെന്നാണ് വിചാരിച്ചത്, വൈകിട്ടല്ല രാത്രിയിൽ. പക്ഷേ 6 മണി വരെ നമ്മുടെ ഈ ഒരു ചലഞ്ച് ഉള്ളൂ. പിന്നെ 6 മണി കഴിഞ്ഞ് എനിക്ക് ഇന്ന് തന്നെ വേറൊരു വീഡിയോ എടുക്കണം. കാരണം നാളെ ഉച്ച കഴിഞ്ഞ് എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു എക്യുപ്മെൻറ്റ് കാണാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്തോടൊന്നും പോകണ്ട, ഉച്ചയ്ക്ക് നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഒരു നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാൻ ഒരു എക്യുപ്മെൻറ്റ് കാണിച്ചു തരാം. അതിൽ നമുക്ക് നമ്മുടെ നൂഡിൽസ് എടുക്കാം. ഒരു പാക്കറ്റ് ഇന്നലെ രാത്രി നമ്മൾ കഴിച്ചായിരുന്നു. ഇനി ഒരു പാക്കറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എക്യുപ്മെൻറ്റ് ഇതാണ്. നമ്മുടെ ആ ഒരു എക്യുപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു എക്യുപ്മെൻറ്റിൻ്റെ സഹായത്തോടാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു എക്യുപ്മെൻറ്റ്.
ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വെച്ച് എങ്ങനെയായിരിക്കും നൂഡിൽസ് ഉണ്ടാക്കുന്നതെന്നായിരിക്കും. പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ട് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒന്നിൻ്റെ സഹായം ഇല്ലാതെ നമ്മുടെ കമ്പനി തന്നെ ഒരു സംവിധാനവും കാണലൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് എങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതിന് മുന്നേ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് ആ നൂഡിൽസും കാണലൊക്കെ പൊട്ടിച്ചിടണം. അതിന് മുന്നേ ഇത് കഴുകുകയൊക്കെ വേണം. അപ്പോൾ നമുക്ക് ആദ്യം അതൊക്കെ സെറ്റാക്കാം. നമുക്ക് ഈ ഒരു നൂഡിൽസ് നന്നായിട്ട് പൊടിക്കണം. പൊടിച്ചാലേ ഇത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ നൂഡിൽസും കാണലൊക്കെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ടാക്കണം. ഞാൻ അത് ഈ പാത്രം കഴുകിയിട്ട് ഈ നൂഡിൽസ് ഇതിലോട്ടാക്കിയിട്ട് വരാം. മസാല ഞാനിതിൽ ഓൾറെഡി ആഡ് ചെയ്ത് നമുക്ക് ബാക്കി മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു കയ്യിൽ ക്യാമറയും വെച്ച് ഈ മസാല ഇടുന്ന അത്യാവശ്യം നല്ല ടാസ്ക് ആയിരുന്നു. ഞാൻ കുറേ നോക്കി, എന്നിട്ട് ഇപ്പോഴേ ഒന്ന് ശരിയായി. മസാല ഫുള്ള് നമുക്ക് ആദ്യം ഇതിലോട്ട് പൊടിച്ചിട്ട് കൊടുക്കണം. മസാല ഫുൾ ഇട്ടുണ്ട്. പിന്നെ ഇതിനോടൊരു സ്പെഷ്യൽ ടോപ്പിങ്ങും കാണലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൂടി ഇട്ട് കൊടുക്കാം. ഇത് മറ്റേ ചില്ലി ഫ്ലേക്സ്. അപ്പോൾ ഇത് കിട്ടും. ഇനി നമുക്ക് നേരെ കമ്പനിയുടെ അകത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ കമ്പനിയുടെ അകത്ത് പോയിട്ട് ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം. നൂഡിൽസ് ഉണ്ടാക്കുന്ന മെഷീൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കൊന്ന് ഷേക്ക് ചെയ്താൽ മസാല എല്ലാം ഇതിലൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു മെഷീൻ കാണാനൊക്കെ കാണിച്ചു തരാം എങ്ങനെ ഇതിൽ നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സഹായത്തോടാണ് നമ്മൾ ഇതിൽ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചൂടുവെള്ളം കാണാനൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ച് അത് വെച്ചാണ് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നല്ല തിളച്ച വെള്ളമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സ്പേസ് ഇരിക്കുമോ? ഈ ഒരു സ്പേസ് ഇരിക്കത്തില്ല ഈ സാധനം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളം കാണലൊക്കെ ഇതിലൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. ചൂട്ടുപാത്രത്തിനകത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ 2 മിനിറ്റിനുള്ളിൽ തന്നെ ഈ സാധനം സെറ്റ് ആവും. നല്ല തിളച്ച ഇതാണ്. അപ്പോൾ നമുക്ക് ഈ അടിയും കാര്യങ്ങളൊന്നും പിടിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഞാനിത് അത്യാവശ്യം വെന്തൊക്കെ കഴിഞ്ഞിട്ട് ഇത് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ നൂഡിൽസും കാണലൊക്കെ സെറ്റ് ആക്കുന്നത്. അതുകൊണ്ട് ഇപ്പം എന്താ ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാം. നമ്മുടെ ആ ഒരു നൂഡിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു എക്യുപ്മെൻ്റ് അകത്ത് കുറേ നേരമായിട്ട് അടച്ചു വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്യുപ്മെൻ്റ് സഹായത്തോടു കൂടി ഇപ്പോൾ ഒരു നൂഡിൽസും കാര്യങ്ങളൊക്കെ വെന്ത് കാണും. അപ്പോൾ ആ ഒരു നൂഡിൽസും കാര്യങ്ങളൊക്കെ വെന്തോ നമുക്കൊന്ന് തുറന്ന് നോക്കാം. താഴെ പോയി കട്ടിലും പുതപ്പും എല്ലാം ഞാൻ കഴുകേണ്ടി വരും. അപ്പോൾ നമ്മുടെ നൂഡിൽസും കാണലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് കഴിച്ച് കാണിക്കണമെന്നുണ്ട്. പക്ഷേ സ്പൂണ് കാണുന്നില്ല. സ്പൂണ് എവിടെ പോയി. അപ്പോൾ ആ ഒരു സ്പൂണോടെ തപ്പിയതായാലും കഴിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അത്യാവശ്യം നല്ല രീതിക്ക് ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വേണം കഴിക്കുക, അല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തോടുകൂടെ തന്നെ കഴിക്കുക. ഇപ്പോൾ ചെറിയൊരു മഞ്ഞ കളർ ആ ഒരു നൂഡിൽസ് കാണുന്നതുകൊണ്ട് ഞാൻ ഒരു വെള്ളമായിട്ട് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ നൂഡിൽസ് നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. ഈ ഒരു എക്യുപ്മെൻ്റ് സഹായത്തോടെ ഇൻഡക്ഷൻ കുക്കറോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. വെറും നമ്മുടെ ഈ ഒരു എക്യുപ്മെൻറ്റും പിന്നെ അകത്തുനിന്ന് കുറച്ച് ചൂടുവെള്ളവും എടുത്തിട്ടുള്ളൂ. കപ്പ് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മളിതങ്ങ് ഉണ്ടാക്കി. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. ഇനി വൈകിട്ടത്തെ ചായയുടെ പരിപാടിയും കാണലുമൊക്കെ നോക്കണം. 6 മണി വരെയാണ് നമ്മുടെ ഈ ഒരു ചലഞ്ച് പോകുന്നത്. അപ്പോൾ അതിനുള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ റെഡ് കളറിൽ സെറ്റാക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഴിച്ചിട്ട് വരാം. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ചായയുടെ റെഡ് കളറിൽ എന്തോ കഴിക്കാനാണ് നോക്കുന്നത്. റെഡ് കളറിൽ കഴിക്കാൻ ഈ ചായകളിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഉള്ളിവടയും മുട്ട ബജിയാണ്. ഇത് രണ്ടുമാണ് ഞാൻ കഴിക്കുന്നത്. ക്ലൈമാക്സ് ഞാനിട്ട് ഫുട്ടേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ഷോകാന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതൊക്കെ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കുഞ്ഞല്ലേ, പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ. അടുത്തടുത്ത വീഡിയോസ് നല്ല നല്ല വീഡിയോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. അതിൻ്റേതായ ചില കുറവുകളും കാര്യങ്ങളൊക്കെ കാണും. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തെന്തെങ്കിലും കണ്ടന്റ് എന്തെങ്കിലും വേറൊരു കളർ വെച്ച് ചെയ്യുന്നത് ഇച്ചിരി ട്രെൻഡ് ഔട്ട് ആയി പോയ സാധനമാണെന്ന് എനിക്ക് തന്നെ അറിയാമെങ്കിലും ഞാൻ ഇച്ചിരി ഇതുവരെ ചെയ്ത ഫുട്ടേജൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അവസാനത്തെ ഫുട്ടേജ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാത്തുള്ളൂ. അപ്പോൾ ഒരു വീഡിയോ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് പറയുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോയിൽ വേറൊരു ദിവസം കാണാം. ബൈ.